ബ്രഹ്മാവ് തൻ്റെ തപസ്സും കൃഷ്ണസ്മരണയും കൊണ്ട് സൃഷ്ടികർമ്മത്തിലേക്ക് ആഴത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. 11-ാം ശ്ലോകത്തിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ചില പ്രധാന രൂപങ്ങളെ ബ്രഹ്മാവ് എങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് സൂതൻ വിവരിക്കുന്നു. 2-ാം അധ്യായം ശ്ലോകം 11. ആദ്യ സൃഷ്ടികൾ. സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് സനകാദി മുനികളെയും മറ്റും പ്രകടമാക്കുന്നതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം. സംസ്കൃത ശ്ലോകം. മനസാജ സുധാൻ സൃഷ്ട്വാ തപ്ത കാഞ്ചന സന്നിഭാൻ പഞ്ചശിഖാൻ വിപ്ര സദ്യഃ പഞ്ചകുമാരകാൻ. പദാനുപദ അർത്ഥം: മനസ മനസ്സുകൊണ്ട്, ച സുധാൻ പുത്രന്മാരെ, സൃഷ്ട്വാ സൃഷ്ടിച്ചിട്ട്, തപ്ത കാഞ്ചന സന്നിഭാൻ ഉരുക്കിയ പൊന്നുപോലെ തിളങ്ങുന്നവരെ, പഞ്ച അഞ്ച്. ഇവിടെ 5 പ്രധാന രൂപങ്ങളെ സൂചിപ്പിക്കുന്നു. എങ്കിലും സനകാദികൾ 4 പേരാണെന്ന് പുരാണ പ്രസിദ്ധമാണ്. 5-മനായി സനത്കുമാരനെ പ്രത്യേകമായി കാണുന്നു. പഞ്ചശിഖാൻ 5 ശിഖകളോട് ജടകളോട് കൂടിയവരെ. വിപ്ര ഹേ വിപ്ര, സദ്യഃ ഉടനെ തന്നെ. പഞ്ചകുമാരകാൻ 5 ബാലന്മാരെ, കുമാരന്മാരെ. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം: ഹേ വിപ്ര, ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്ന് ഉരുക്കിയ സ്വർണം പോലെ തിളങ്ങുന്ന 5 പുത്രന്മാരെ ഉടനെ തന്നെ സൃഷ്ടിച്ചു. 5 ജടകളോടുകൂടിയവരും എപ്പോഴും ബാലന്മാരായിരിക്കുന്നവരുമായിരുന്നു അവർ. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം സനകാദി മുനികളുടെ, അതായത് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, സനത് സുജാതൻ എന്നിവരുടെ ആവിർഭാവത്തെ സൂചിപ്പിക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരികൾ. ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് സംസാരത്തിൽ താൽപ്പര്യമുള്ളവരെയല്ല, മറിച്ച് പരമമായ ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ള കുമാരന്മാരെയാണ്. അറിവിൻ്റെ പവിത്രതയെ ഇത് സൂചിപ്പിക്കുന്നു. സ്വർണ തേജസ്. അവരുടെ ജ്ഞാനം അവരുടെ ശരീരത്തിൽ സ്വർണത്തെ പോലെ തിളങ്ങുന്നു. ജ്ഞാനം ഒരുവനെ തേജസ്വിയാക്കുന്നു എന്ന പാഠം ഇതിലുണ്ട്. ബാലഭാവം. അവർ എപ്പോഴും കുട്ടികളായി ഇരിക്കുന്നത് അവരുടെ മനസ്സിൽ വാസനകളോ വികാരങ്ങളോ ഇല്ല എന്നതിൻ്റെ അടയാളമാണ്. ജ്ഞാനം നേടാൻ കുട്ടിത്തം, അതായത് ഇന്നസെൻസ് വേണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗുരുനാഥന്റെ ഉപദേശം: വത്സ, ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ കുമാരന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം പവിത്രതയുടേതാണ്. നിന്റെ പ്രായം എത്രയായാലും നിന്റെ മനസ്സിനെ ഈ കുമാരന്മാരെ പോലെ കളങ്കമില്ലാത്തതായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നിന്റെ ചിന്തകളെ ഈശ്വര സ്മരണയാൽ ശുദ്ധീകരിക്കുക. ഈ കുമാരന്മാർ ബ്രഹ്മാവിനോട് എന്താണ് പറഞ്ഞത്? അവ സൃഷ്ടികർമ്മത്തിൽ അദ്ദേഹത്തെ സഹായിച്ചോ? 12-ാം ശ്ലോകത്തിൽ ബ്രഹ്മാവും പുത്രന്മാരും തമ്മിലുള്ള ഗഹനമായ സംഭാഷണം നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.